ഒരു മാറ്റം ചാത്തന്നൂർ ആഗ്രഹിച്ചു. BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം വിജയിക്കണം, നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി ചാത്തന്നൂരിൽ നിന്നുണ്ടാവണം. ആ വിജയം, ചാത്തന്നൂരിന്റെ വിജയം, BJPയുടെ വിജയം കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിനും കൂടി തുടക്കം കുറിക്കുകയാണ് ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. അതെ, ഈ സെക്യുലർ അവരൊരു നാട്യം മാത്രമാണല്ലോ, പുറമേ പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത്. അവര് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്ക് പോലും ഇപ്പോൾ 2 മുന്നണിക്കും കേരളത്തിൽ അപ്രസക്തമായി കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് ചാത്തന്നൂരിൽ LDFന് കുറഞ്ഞു. ഈ 10,000 വോട്ടിൽ ലഭിച്ചത് BJPക്കാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അവിടെ ഞങ്ങൾക്ക് 900 വോട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കണക്കാ. അപ്പോൾ ഞങ്ങൾ മറിച്ചില്ല, ഇടതുപക്ഷം മറിച്ചു. ഇടതുപക്ഷത്തുള്ളവർ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് BJPയിലേക്ക് വന്നതാണ്, അല്ലാതെ സഹായിച്ചതൊന്നുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സന്തോഷകരമായ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ചാത്തന്നൂര് MLA ശ്രീ BB ഗോപകുമാർ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഒരുപാട് പ്രേക്ഷകർ, പ്രിയപ്പെട്ട MLA നമസ്കാരം. ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് BJPയുടെ കേരളത്തിലെ MLAമാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തത് എന്നോട് ചോദിച്ചു. കാരണം നമുക്ക് ചില പരിമിതിയുണ്ട്. നമ്മൾ കൊച്ചിയിലാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അസംബ്ലിയൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ ഗോപൻജിയെ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം, ഒരു 10-15 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഞാൻ ജയിച്ചു വരേണ്ടുന്ന BJP സ്ഥാനാർത്ഥികളിൽ ആദ്യത്തെ പട്ടികയിൽ ഉണ്ടാവണമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ച ഒരാളാണ് BB ഗോപകുമാർ എന്ന് പറയുന്ന ചാത്തന്നൂര് ഏറ്റവും ജനകീയനായ നേതാവ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിക്കേണ്ടതായിരുന്നു അല്ലേ? അതെ, കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പോയ ഒരു പരാജയം. പക്ഷേ ഇത്തവണ അത് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ സന്തോഷം. കേരളത്തിലെ BJPയുടെ പരിചിതമായ 2 മുഖങ്ങളാണ് മുരളിയേട്ടനും RC. അത്ര കേരളത്തിലെ BJPക്കാർക്കിടയിൽ അത്ര ഒന്നും അറിയില്ല BB ഗോപകുമാറിനെ. പക്ഷേ വലിയ വിജയമാണ് ചാത്തന്നൂരിൽ നിന്ന് നേടിയത്. എങ്ങനെയാണ് ഈ ചാത്തന്നൂരിലെ വിജയം ഉണ്ടായത്? കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ചാത്തന്നൂര് പൊതുരംഗത്ത് ഞാനുണ്ട്. സാമൂഹിക, രാഷ്ട്രീയ, സമുദായ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ. 95-2000 ഞാൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഒരു ജനപ്രതിനിധി തുടക്കം അവിടെയാണ്. ഗ്രാസ് റൂട്ടിലാണ് തുടക്കം. 2016 വളരെ അവിചാരിതമായി BJPയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ചാത്തന്നൂർ 2ാം സ്ഥാനത്തേക്ക് വരും. അതെ, ഞെട്ടിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. അതെ, അടുത്ത തൊട്ട് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3800 വോട്ട് മാത്രമേ BJPക്ക് ലഭിച്ചിട്ടുള്ളൂ. അതെ, അവിടെയാണ് ചാത്തന്നൂർ 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. ആ 2ാം സ്ഥാനത്ത് വന്നപ്പോൾ എത്ര വോട്ടുണ്ടായിരുന്നു? 33,000. 3000-ൽ നിന്ന് 33,000-ലേക്ക് 11 ഇരട്ടി അല്ലേ? 11 ഇരട്ടി വർദ്ധന. 21 തെരഞ്ഞെടുപ്പിൽ വീണ്ടും 10,000 വോട്ടിൻ്റെ വർധനവ്. 26 ആകുമ്പോൾ വീണ്ടും 10,000 വോട്ടിൻ്റെ വർധനവ്, 52,000 വോട്ട്. ചാത്തന്നൂരിൽ നമ്മൾ വിജയിക്കുന്നു. സ്വാഭാവികമായും കേരളത്തിൽ 2 മുന്നണിയും BJPയെ തോൽപ്പിക്കുക എന്ന പൊതു അജണ്ടയാണ്. അവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം, ഇടതുപക്ഷ മണ്ഡലം. അവിടെയാണ് BJPക്ക് വിജയിക്കാനായത്. 2 തവണ 2ാം സ്ഥാനത്ത് വന്നു, 3ാം തവണ വിജയിക്കുന്നു. തുടർച്ചയായി ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധം, ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരം. ചാത്തന്നൂരിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാവരും എനിക്ക് നൽകിയിട്ടുള്ള വലിയൊരു പിന്തുണയുണ്ട്. ആ പിന്തുണയും ആ സ്നേഹവുമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാറിയത്. ജനങ്ങളുടെ സ്നേഹമാണ്. ജനങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് BB ഗോപകുമാർ എന്ന പൊതുപ്രവർത്തകർ എന്താ ചെയ്തത്? അല്ല, ഞാൻ അവരുടെ പ്രത്യേകിച്ച് അവരുടെ പൊതുവായ കാര്യങ്ങളിൽ അവരോട് ഞാൻ എടുക്കുന്ന സമീപനമുണ്ട്. ഒരു പൊതുപ്രവർത്തനം ഇപ്പോൾ എല്ലാം നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതെ, പക്ഷേ അവരോടൊപ്പം നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമമാണ് അവരുടെ ഒരു സ്നേഹമായി വോട്ടയക്കുക, അവരോടുള്ള ഇടപെടലാണ് അല്ലേ? ഇടപെടലാണ്. അതൊരു രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കേണ്ട പാടാണ്. എന്തുകൊണ്ടാണ് ഞാനിപ്പം നമ്മുടെ MLAമാരിലെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഗോപൻജിയെ തന്നെ വിളിക്കാൻ കാരണം, അങ്ങ് വളരെ ജനകീയനാണ്. ഏറ്റവും താഴെത്തട്ടിൽ സഞ്ചരിക്കുന്ന സാധാരണ ഒരു വോട്ടറെ കണ്ടാൽ പോലും അങ്ങേക്ക് അവരുടെ പേരറിയാം, അങ്ങ് അവരുടെ വീടറിയാം, നാടറിയാം, വിശേഷങ്ങൾ അറിയാം. ഇതെങ്ങനെ സാധിക്കുന്നു? അല്ല, 4 പതിറ്റാണ്ട് കാലത്ത് ജനങ്ങൾക്കിടയിലുണ്ട് പല മേഖലകളിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവരുമായിട്ടൊരു അടുപ്പമുണ്ട്. ആ അടുപ്പം 95-2000 ഒരു ജനപ്രതിയാകാൻ കഴിഞ്ഞത്, ഗ്രാമപഞ്ചായത്ത് അംഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അതെ. അപ്പോൾ താഴെത്തട്ടിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായും ഉണ്ടാവും. ആ 4 പതിറ്റാണ്ട് ആ രംഗങ്ങളിൽ നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
ആ ശ്രമം ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാകാം ഓരോ വർഷവും ഗ്രാജുവലി വോട്ട് കൂടിക്കൊണ്ടിരിക്കും. അല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഷം ഓരോ തെരഞ്ഞെടുപ്പും വോട്ട് വർദ്ധിക്കുക. വോട്ട് വർദ്ധിച്ച് ഒരു മാറ്റം ചാത്തന്നൂർ ആഗ്രഹിച്ചു. BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം വിജയിക്കണം, നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി ചാത്തന്നൂരിൽ നിന്നുണ്ടാവണം. ആ വിജയം, ചാത്തന്നൂരിന്റെ വിജയം, BJPയുടെ വിജയം കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിനും കൂടി തുടക്കം കുറിക്കുകയാണ് ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. അതെ, രണ്ട് മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയം, ഒരു ഭരണം കേരളത്തിൽ വേണം എന്ന ആഗ്രഹത്തിൻ്റെ ആദ്യ പ്രതിഫലനമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 പേരുടെ വിജയം. അങ്ങിപ്പോൾ BJPയുടെ നിയമസഭാ കക്ഷി നേതാവും കൂടിയാണ്. അതെ. അപ്പോൾ എനിക്കൊരു സംശയമാണ്. ഈ ചാത്തന്നൂർ എന്ന് പറഞ്ഞ പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലമാണ്. ഇടതുപക്ഷ മണ്ഡലത്തെ അവർ ഇടതുപക്ഷ മണ്ഡല ചിന്താഗതിക്കാർ പറയുന്നത് ഞങ്ങൾ വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്, ജാതിയില്ല, മതമില്ല, സെക്കുലറാണെന്നൊക്കെ പറഞ്ഞ് ഈ മേനി നടിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ എങ്ങനെയാണ് BJPക്ക് കടന്നു കയറാൻ പറ്റുന്നത്? ഈ സെക്കുലർ അവരൊരു നാട്യം മാത്രമാണല്ലോ. പുറമേ പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത് ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അവര് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്ക് പോലും ഇപ്പോൾ 2 മുന്നണിക്കും കേരളത്തിൽ അപ്രസക്തമായി കഴിഞ്ഞു. സെക്കുലറിസം എന്താണെന്ന് ജനത്തിന് തിരിച്ചറിഞ്ഞു കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്ക് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കാൻ ആ വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിച്ചാൽ BJPയെ പരാജയപ്പെടുത്തും. ഒരു അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് മണ്ഡലം ഇടയ്ക്ക് 2 തവണ CB പത്മനാഭൻ സാറിനെ പോലുള്ളവർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സ്വാധീനം കൊണ്ടാണ്. അതെ, അവിടെ വിജയിച്ചിട്ടുണ്ട്. തുടർച്ചയെന്നോണം 500 വോട്ടിന് പിന്നീട് ശ്രീ പ്രതാപവർമ്മ തമ്പാന് അവിടെ വിജയിച്ചത് ഒഴിച്ചാൽ ഒരു അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിൽ BJP വിജയിക്കുക. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് കേരളം BJPക്ക് പാകപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം. ഒത്തുപിടിച്ചാൽ ഇടതുപക്ഷ മണ്ഡലവും പോരും എന്നതിൻ്റെ സൂചനയാണ് ചാത്തന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം. കൊല്ലം ജില്ല അടിസ്ഥാനപരമായി കയറിന്റെയും കശുവണ്ടിയുടെയും കൈത്തറിയുടെയും പരമ്പരാഗത തൊഴിലാളികൾ ഈ തൊഴിൽ മേഖലയിൽ പങ്കെടുക്കുന്ന ഈ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന സമുദായത്തെ നമുക്കറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നാരായ വരുന്ന പറഞ്ഞ ഈഴവ കമ്മ്യൂണിറ്റിയാണ്, പിന്നോക്ക സമുദായങ്ങളാണ്. ഇപ്പോൾ എന്നോട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തരവാദപ്പെട്ട ഒരാൾ, സംഘവുമായി ബന്ധപ്പെട്ട ഒരാളെന്ന് പറഞ്ഞത് നമുക്ക് കൊല്ലത്ത് വലിയ കടന്നുകയറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അവരുടെ രക്തത്തിൽ കമ്മ്യൂണിസം അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതൊരു ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ജില്ല കൊല്ലമാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ജയിച്ചത്. അവിടെ ബ്രേക്കിംഗ് മാറ്റി. അതെ. ഇപ്പോൾ കേരള നിയമസഭയിൽ കഴിഞ്ഞ സെക്ഷനിൽ ഏറ്റവും രസാവഹമായ ചർച്ച, 2 മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുക, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചത് ഒരു ഭാഗം പറയുന്നു LDF സഹായിച്ചതാണ്, മറുഭാഗം പറയുന്നു UDF സഹായിച്ചതാണ്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി ചാത്തന്നൂരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് ചാത്തന്നൂരിൽ LDFന് കുറഞ്ഞു. ഈ 10,000 വോട്ട് ലഭിച്ചത് BJPക്കാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോഴേ ഈ വോട്ട് ചോർച്ച കൂടുതൽ നടന്നത് ചാത്തന്നൂരാണ്. ഇടതുപക്ഷം BJPക്ക് വോട്ട് മറിച്ചു. മറുഭാഗം പറയുന്നത് അവിടെ UDF സഹായിച്ചു. അപ്പോഴതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അവിടെ ഞങ്ങൾക്ക് 900 വോട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കണക്കാണ്. അപ്പം ഞങ്ങൾ മറിച്ചില്ല, ഇടതുപക്ഷം മറിച്ചു. ഇവർ ഈ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും BJP എങ്ങനെ വിജയിച്ചു, ജനവിധി എന്തായിരുന്നു എന്ന് അവർക്ക് സ്വന്തമായിട്ട് അറിയാം. പക്ഷേ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇവർ ഉന്നയിക്കുന്നതാണ് LDF ഞങ്ങളെ സഹായിച്ചു, UDF ഞങ്ങളെ സഹായിച്ചു എന്ന് പരസ്പരം. ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് BJPയിലേക്ക് വന്നതാണ്, അല്ലാതെ സഹായിച്ചതൊന്നുമല്ല. അവര് അതിനൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നു. കഴിഞ്ഞ തവണ 30 സീറ്റുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷം BJP ആണ് എന്ന് നിഷ്പക്ഷ വോട്ടർമാർക്ക് ബോധ്യമായി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, അതിൻ്റെ തുടർച്ചയായി 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. ചാത്തന്നൂരിൽ എന്താണ്, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് BJP ആണ്. അപ്പോൾ UDF അവിടെ അപ്രസക്തമാണെന്ന് അവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാർ കരുതുന്നു. LDFനെതിരായ പൊതുവികാരം ചാത്തന്നൂരിൽ BJPക്ക് അനുകൂലമായി മാറണമെന്ന കൃത്യമായ ഒരു മെസ്സേജ്. അവർ 2 തവണ നിന്നു, 2ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് BJPയുമായിട്ടാണ് മത്സരം എന്ന ചിന്താഗതി നിഷ്പക്ഷ വോട്ടർമാരുണ്ടായി.
അതെ. അതുകൊണ്ടാണ് 10,000 വോട്ട് മറുഭാഗത്ത് കുറഞ്ഞത്. ഇത് ഒപ്പം ഒരു മറുപരീക്ഷണം ആവശ്യമാണ് എന്നതിൻ്റെ സൂചന കൂടി നൽകുകയാണ് ചാത്തന്നൂർ. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് ജില്ല. ആ ജില്ലയിൽ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ജില്ല, പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ജില്ല. ഇപ്പോൾ അവിടെ LDF ഒരു സീറ്റേ ഉള്ളൂ, കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ. അവിടെ കടുത്ത UDF തരംഗം ഉണ്ടായിരുന്നപ്പോൾ പോലും BJPക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ അത് കൊല്ലം ജില്ലയിൽ എന്നല്ല, കേരളത്തിലെമ്പാടും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു റിസൾട്ടാണ്. അത്തരത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ചാത്തന്നൂർ. ഞാൻ ഈ നിയമസഭയിലെ പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ കത്തി ജ്വലിച്ചു നിന്നത് ഗോപൻജിയാണ്. അവർ വന്നിട്ട് ഈ അങ്ങ് നിയമസഭാ കക്ഷി നേതാവായതിനെ കുറിച്ച് ആക്ഷേപിച്ചല്ലോ. അപ്പോൾ കൊടുത്ത മറുപടി ഉണ്ടല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച്, അതൊന്ന് പറയാം, ആ സന്ദർഭം ഒന്ന് പറയാം. ആ സന്ദർഭം ഞാൻ നിയമസഭയിൽ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. UDFനെയും ബഹുമാന മുഖ്യമന്ത്രി 60 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തനിച്ച് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ശ്രീ ആർ ശങ്കർ ആയിരുന്നു അന്ന് KPCC പ്രസിഡന്റ്. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത ഏക KPCC പ്രസിഡന്റ് ആർ ശങ്കർ സാർ മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുണ്ട്. അതെ, ശ്രീ പട്ടനാടുകൂടെയാണ് പുള്ളി എടുത്ത് കറുവേപ്പില. 2 വർഷം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബഹുമാനായ ശ്രീ ആർ ശങ്കർ സാറിൻ്റെ രാഷ്ട്രീയ തന്ത്രവും ബുദ്ധിയും കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത്. അതെ, അദ്ദേഹത്തിൻ്റെ ഭരണം മറ്റൊരു മുഖ്യമന്ത്രിയോട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് കരുതുന്ന ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. അവിടെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ വരുത്തിയിട്ടുള്ള, ഭാരതത്തിലാദ്യമായി ക്ഷേമ പെൻഷനുകൾ അനുവദിച്ച മുഖ്യമന്ത്രി എന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിന് വലിയ മിഷണറിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പോലൊരു പ്രഗത്ഭന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല, തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിട്ട്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 63 MLA-മാർ ഇന്നത്തെ പോലെ, അന്നുകൊണ്ട് 3 സ്വതന്ത്രന്മാർ. അതെ, ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞു, ഈ 63 എന്ന് പറയുന്ന സംഖ്യ കോൺഗ്രസിന് അത്ര യോജിക്കുന്ന ഒരു സംഖ്യയല്ല. അതെ, ശകരപ്പുഴയുണ്ട്. അന്നൊരു കേരള കോൺഗ്രസ് ഉണ്ടായി. അപ്പോൾ അതിന് സമാനമായ ഒരു രീതിയിലേക്ക് പോകും. ഈ മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തീകരിക്കാൻ കഴിയില്ല. അന്നും കോൺഗ്രസിലെ പടലപ്പിണക്കം കൊണ്ടാണ് ശ്രീ ആർ ശങ്കറിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയത്. ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടായിരുന്നു. സമാനമായ അന്തരീക്ഷം കോൺഗ്രസിനകത്തും UDFനകത്തും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, ഞങ്ങൾ 3 പേരും 3 ചേരിയാണ്, വളരെ ജൂനിയറായി എന്നെ പിടിച്ച് മുമ്പിലിരുത്തിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതൊരു പക്ഷേ അദ്ദേഹത്തിന് ക്ഷോഭിച്ചിട്ടുണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ പ്രാധാന്യം മറുപടി പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, നിങ്ങൾ 3 പേരും തമ്മിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുന്നണിയുടെ മെജോറിറ്റിയാണോ നിങ്ങൾ പരിഗണിച്ചത്, അതോ മൈനോറിറ്റിയുടെ നിങ്ങളുടെ മുന്നണിയുടെ മൈനോറിറ്റിയുടെ പരിഗണന? മൈനോറിറ്റി പ്രയോഗത്തിന് 2 തലയുണ്ട്. അതെ, അങ്ങനെ തന്നെ ആണല്ലോ. അതിനാണ് ഞാൻ കൊടുത്തൊരു മറുപടി. മെജോറിറ്റിയും സീനിയോറിറ്റിയും അല്ല, മൈനോറിറ്റിയുടെ താല്പര്യമാണ് പരിഗണിച്ചത്. അതെ, അതിന് പക്ഷേ മുഖ്യമന്ത്രി പറ്റിയുടെ മറുപടി പറഞ്ഞില്ല, ഏതിനാണ് പരിഗണന വന്നത്. അതെ, നമുക്കറിയാമല്ലോ ഈ ഹൈക്കമാൻഡിന്റെ താല്പര്യം KC വേണുഗോപാൽ, MLA-മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞത് KC വേണുഗോപാൽ. വയനാട്ടിൽ ഇംഗ്ലീഷിൽ 2 പോസ്റ്റർ വന്നപ്പോൾ തീരുമാനം മാറി. രാഹുൽ ഗാന്ധി ഇനി പ്രിയങ്ക ഗാന്ധി ഇനി വയനാട്ടിൽ നിന്ന് പാർലമെന്റിൽ പോകത്തില്ല എന്ന് 2 പോസ്റ്റർ ഇംഗ്ലീഷിൽ എഴുതി ഒട്ടിച്ചപ്പോൾ തീരുമാനം മാറി, സതീശൻ മുഖ്യമന്ത്രിയായി. അതുകൊണ്ടാണ് മൈനോറിറ്റിയാണ് സ്വാധീനിച്ചത്. ആ മുന്നണിയിലെ മൈനോറിറ്റിയുടെ തീരുമാനമാണ്. ഏത് രീതിയും വ്യാഖ്യാനിക്കാം. അതെ, MLA-മാർ മൈനോറിറ്റിയാണ്, ലീഗിന്റെ മുസ്ലിം മൈനോറിറ്റിയായ മുസ്ലിം സമുദായം അത് ഉഗ്ര മറുപടിയായിരുന്നു. ഞാൻ ആ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടു. ഇപ്പോഴും അവരെ സ്വാധീനിക്കുന്നത്, ഈ മുന്നണിയെ സ്വാധീനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഏറ്റവും പുതിയ വിവാദം എന്താ, അദ്ദേഹം ഹെലികോപ്റ്റർ, അതിനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയത് എവിടെ എന്ന ചോദ്യമാണ് മറുഭാഗം ഉന്നയിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഹെലികോപ്റ്റർ യാത്രയെ വിമർശിച്ചു, കഴിഞ്ഞ പ്രാവശ്യത്തെ ആഹാര രീതിയെ വിമർശിച്ചു. അദ്ദേഹം പോയത് എവിടെ, ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും വീട്ടിലല്ല എന്ന് കോൺഗ്രസിനകത്ത് ചില മുറിവുറുപ്പുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പോയത് എവിടെ? അവസാനം വികാരാധീനായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൂടെ, 3 മണിക്കാണ് മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് മനസ്സിലായി എന്നൊക്കെ നമ്പർ കേട്ടു. കേരളം അപ്പോഴേ വലിയൊരു മഴക്കെടുതിയിലാണ്, അത് വലിയൊരു പ്രകൃതി ദുരന്തമാണ്. അതെ,
ആ പ്രകൃതി ദുരന്ത സ്ഥലത്തേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയില്ല. അതാണല്ലോ ചർച്ചയായത്. അതെ അതെ. എവിടേക്കാണ് പോയത്? പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് ഞാൻ പത്തനംതിട്ടയിലും കോട്ടയത്ത് കഴിഞ്ഞ ദിവസം പോയിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞനുസരിച്ചിട്ട് ആ ഒരു പ്രതിനിധി സംഘത്തെ, പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘത്തെ നയിച്ചു. എന്ത് ദയനീയമായ അവസ്ഥ അവിടുത്തെ. അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അദ്ദേഹം അവിടെയല്ലേ ചിലവഴിക്കേണ്ടിയിരുന്നു. ആ പ്രകൃതി 2 പേർ മരണപ്പെട്ടു. ഞാൻ ഇന്നലെ അവിടെ കണ്ടൊരു കാഴ്ച, ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഈ മേഖലയിൽ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അറിവ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നിട്ടും വേണ്ട മുൻകരുതൽ എടുത്തില്ല. ഒന്നും ചെയ്തില്ല. ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുണ്ടായിട്ടും അതിന് വേണ്ട മുന്നൊരുക്കം നടത്തിയില്ല. 18-ലെ മഹാപ്രളയത്തിന് സമാനമായ കാര്യമാണ് അവിടെ ഉണ്ടായത്. 18-ലെ മഹാപ്രളയം ഉണ്ടായപ്പോൾ ഏതൊക്കെ പ്രദേശത്താണോ ദുരന്തം ഉണ്ടായത് അതേ ദുരന്ത സ്ഥലത്താണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് മുന്നൊരുക്കം നടത്തിയില്ല? അതുകൊണ്ടാണല്ലോ ഈ യാത്രയും ഈ ആഹാരം കഴിപ്പും ഒക്കെ വിവാദമായത്. സ്വന്തമായിട്ട് മുഖ്യമന്ത്രി ആഹാരം കഴിക്കണം, മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പറ്റുന്ന കാര്യമില്ല, അതൊക്കെ നമ്മൾ കഴിക്കുക. പക്ഷേ ഈ ദുരന്തമുഖത്ത് പോകാതെ പ്രിയോറിറ്റിയുടെ പ്രശ്നമാണ്, മുൻഗണന എതിരാണ് കൊടുക്കേണ്ടത്. പിന്നീട് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയണ്ടായി അവിടെ MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്. ഇപ്പം ഞാൻ പത്തനംതിട്ടയിലും കോട്ടയത്തും പോയി കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാരെല്ലാം പാടുണ്ട്. കാര്യം BJP-യുടെ ഒരു പ്രതിനിധി സംഘം അവിടെ വന്നു എന്ന് കണ്ടപ്പോൾ ചൂടായി. അവിടുത്തെ MLA-മാർ പോലും പിന്നീടാണ് വന്നതെന്ന് ചില മാധ്യമങ്ങൾ പറയുകയുണ്ടായി. ഗോവർജി, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്ക് തിരിച്ചു പോകാം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? 2021-ലും നേരത്തെ പറഞ്ഞ പോലെ ജയിക്കുന്നുണ്ടായിരുന്നു. അത് ചെറിയൊരു സ്ലിപ്പായിരുന്നു. ഇത്തവണത്തെ ട്രെൻഡ് തുടക്കം മുതൽ BJP-ക്ക് അനുകൂലമായിരുന്നു. ആ ഒരു പൊതു ട്രെൻഡ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, ആ കൂട്ടായ പ്രവർത്തനത്തിന് അതിൻ്റെ സംയോജകർ, സഹസംയോജകർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്ന് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ. എന്നോട് നമ്മുടെ കൊല്ലത്തെ RK ചേട്ടൻ പറഞ്ഞു, ഉറപ്പാണ് അതെ, അവിടെ പറഞ്ഞതുപോലെ അങ്ങനെക്കുറിച്ച് വലിയ മതിപ്പാണ്. എന്നെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് പറയാറില്ല. ഏറ്റവും സീനിയർ പ്രചാരകനാണ് സെൽവൻ ചേട്ടൻ, അദ്ദേഹമാണ് സംയോജകൻ. സഹസംയോജകർ അനൂപ്ജി അവിടുത്തെ വിഭാഗ് പ്രചാരകൻ, സംയോജകൻ. അവരുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രസ്ഥാനം ഒരുമിച്ച് ചിട്ടയായി നടത്തിയ ഒരു സംഘടനാ പ്രവർത്തനമാണ്. കേരളത്തിൽ ഇത്ര വലിയ LDF വിരുദ്ധ UDF അനുകൂല കൊടുങ്കാറ്റടിച്ചിട്ടും അതെ കൊടുങ്കാറ്റടിച്ചിട്ട് ഒപ്പം പ്രാന്തപ്രചാരകൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹം മിക്കപ്പോഴും വിളിക്കും, എന്തായി ഒരു അന്വേഷണം, അത് സ്വന്തം നാട്ടുകാരനുള്ള ഒരു അന്വേഷണം. അത്തരത്തിലൊരു സംഘടനാ പ്രവർത്തനം ഒരു ഭാഗത്ത്. ജനങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. 2 തവണ പരാജയപ്പെട്ടയാളെ ഇത്തവണ ഉറപ്പായിട്ട് വിജയിപ്പിക്കണം. ഒരു പരീക്ഷണം ചാത്തന്നൂരിന് ആവശ്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിന്താഗതി അത് BJP-ക്ക് അനുകൂലമായിട്ട് മാറുന്നു. പിണറായി വിരുദ്ധ തരംഗം ചാത്തന്നൂരിൽ BJP-ക്ക് അനുകൂലമായി മാറുന്നു. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ചാത്തന്നൂരാണ് 3 MLA-മാർ. അത്തരത്തിൽ ചാത്തന്നൂർ BJP-ക്ക് പാകപ്പെട്ടിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ പ്രതിനിധിക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിധിയെഴുത്തിലേക്ക് മാറി. അതാണ് ചാത്തന്നൂർ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഈ അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ പൾസ് കൃത്യമായി BJP-ക്ക് അനുകൂലമായിരുന്നു, NDA-ക്ക് അനുകൂലമായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ വിലയിരുത്തി തന്നെയാണ് പോയിട്ടുള്ളത്. ഉറപ്പായിരുന്നു അല്ലേ? അല്ല, ഉറപ്പായിരുന്നു. ഗോവർജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ MLA BJP-യുടെ ചാത്തന്നൂരെ MLA, കൊല്ലത്തു നിന്നുള്ള ആദ്യത്തെ MLA, തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് MLA ഉണ്ടായിട്ടുണ്ട്, കൊല്ലത്തു നിന്നുള്ള ആദ്യത്തെ MLA എന്നൊക്കെ ഇരിക്കുമ്പോൾ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ വ്യക്തിപരമായി? അച്ഛനും അമ്മയും. അച്ഛൻ ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് ജില്ലാതല കോൺഗ്രസ് കുടുംബമായിരുന്നു. അച്ഛൻ്റെ ഒരു ശിക്ഷണത്തിലാണ് പോകുന്നത്. കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ആയിരുന്നു. അമ്മ അത് കാരണം എന്നെ ഒരിക്കൽ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല അമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്ന ആളായിരുന്നു? അച്ഛന് തുടക്കത്തിൽ അച്ഛന് ബിസിനസ്സൊക്കെ ആയിരുന്നു. പക്ഷേ ബിസിനസ് പൊളിഞ്ഞു. പിന്നീട് അല്ലാത്തവിടെ ജീവിത സാഹചര്യത്തിലാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേ പൊതു രംഗത്ത് എപ്പോഴും അച്ഛൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാവും. ഞാൻ 95-ൽ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, നിനക്ക് പറ്റിയ പണിയാണ്, നീ അതിന് പോകരുത് എന്ന്. കാര്യം അത് കൂടുതൽ സമയം, കാര്യം ഞാൻ MA ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ആ തരത്തിലേക്ക് മാറണമെന്നായിരുന്നു അച്ഛൻ്റെ
അതുകൊണ്ടാണ് അച്ഛൻ പൊതുരംഗത്ത് പോലും എതിർത്തില്ല. എൻ്റെ എല്ലാ പൊതുപ്രവർത്തനം അച്ഛൻ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അച്ഛനത് വേണമോ എന്ന് എന്നോട് ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ തീരുമാനം എടുത്തപ്പോൾ അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അമ്മയെന്നതുപോലെയാണ്. അമ്മ ഏത് കാര്യത്തിനും വേണ്ട പ്രോത്സാഹനമായത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വഴക്ക് പോലും എൻ്റെ ഓർമ്മയിൽ പറഞ്ഞിട്ടില്ല. അമ്മയുടെ സ്നേഹവാത്സല്യം ആവോളം. അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞില്ല. അച്ഛൻ VP ബാലകൃഷ്ണൻ, അമ്മ VN പത്മാവതി. അച്ഛൻ 96 മരിക്കും. ഒപ്പം പിന്നീട് ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ CJ ആനന്ദ്, 2 മക്കൾ, ഗൗതം കൃഷ്ണ ആയുർവേദ ഡോക്ടറാണ്, രണ്ടാമത്തെ മകൻ ഗൗരി നന്ദൻ BTech മെക്കാനിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നു. ഭാര്യ ഇതുപോലെ തന്നെയാണ്. എനിക്ക് ഞാൻ 96 കല്യാണം കഴിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നല്ലോ. അന്ന് മുതൽ ഇതുമായി യോജിച്ചു പോകുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട ശ്രദ്ധയും ഏത് കാര്യത്തിൽ വേണ്ട ശ്രദ്ധയൊക്കെ തന്നാണ്. മക്കൾക്ക് അവർക്ക് 2 പേർക്കും പൊതുപ്രവർത്തന രംഗത്തൊന്നുമില്ല. പക്ഷേ പ്രൊഫഷണൽസാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു എതിർപ്പില്ല. കുടുംബത്തിൻ്റെ ഒരു നല്ല പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ. BJP രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം അത് ഞാൻ തികച്ചും അവിചാരിതമായ രാഷ്ട്രീയമാണ്. 2016 സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ വരുന്നത്. സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഞാൻ BJPയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകണ്ട് ശ്രീ ഉണ്ണി. ഞങ്ങൾ അയൽക്കാരാണ്. എൻ്റെ സഹോദര തുല്യമായ ഒരു സ്നേഹമാണ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2016 മെയ്യിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഒരു 6-7 മാസം മുമ്പ് തന്നെ ആണ് ഇത്തവണ സ്ഥാനാർത്ഥിയാകണം. ഞങ്ങളൊരു പരീക്ഷണത്തിന് ചാത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു കോൺഗ്രസ് ചിന്താഗതി നിൽക്കുന്നയാൾ, കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം ഒക്കെ ഇതുണ്ട്. അതിനപ്പുറം 95 ഞാൻ മീനാട് വിജയിക്കാൻ കാരണം അന്ന് ഞങ്ങളുടെ ഒരു ഇഷ്ടിക മേഖലയായിരുന്നു. ഒരു ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവർ ആ തൊഴിലാളികളുടെ അന്ന് തൊഴിലാളി മേഖലയാണ്. ആ പിന്തുണകൊണ്ടാണ് അന്ന് വരെ കമ്മ്യൂണിസ്റ്റ് വാർഡായിരുന്ന മീനാട് ആദ്യമായിട്ട് കോൺഗ്രസ് വാർഡിലേക്ക് മാറുന്നത്. അപ്പോൾ ചാത്തിനതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നിയമസഭാ മണ്ഡലത്തിന് ആദ്യത്തെ BJP. അതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തന രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ 2014 ഈ പ്രചാരകർ ഒരു 6 മാസം മുമ്പേ സ്ഥാനാർത്ഥിയാകണം, അണ്ണൻ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞ ശ്രീ ഉണ്ണിയുടെ ഒരു നിരന്തരമായ പരിശ്രമവും ആ പരിശ്രമമാണ് അത് പല തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. ആ സംഘത്തിനകത്തായാലും പുറത്തായാലും എല്ലാ തരത്തിലുള്ള സ്വാധീനവും എന്നെ വ്യക്തിപരമായി ആരെ കൊണ്ടൊക്കെ സ്വാധീനിക്കാൻ പറ്റും അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2014 വളരെ അവിചാരിതമായി ഞാൻ സ്ഥാനാർത്ഥിയായി. യഥാർത്ഥത്തിൽ ആ തരത്തിലേക്കുള്ളൊരു പ്രവർത്തനം ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഞാൻ 2014 BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. അതുവരെ എനിക്ക് യാതൊരു BJP ബന്ധമല്ല. സ്ഥാനാർത്ഥിയായി തുടങ്ങുന്ന BJP ബന്ധമാണ് 2016 മുതൽ എനിക്കുള്ളത്. അവിടെയാണ് ഇപ്പോൾ കേരളത്തിലെ BJPയുടെ ശബ്ദമായിട്ട് മാറി. അതെ, ഒരു പാർട്ടി എനിക്ക് നൽകിയ വലിയൊരു പിന്തുണയാണ്. പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വമായാലും ചാത്തന്നൂരിലെ സാധാരണ പ്രവർത്തകരായ അണികൾ, BJPക്കാർ, സംഘപരിവാർ പ്രശ്നത്തിലുള്ളവർ, BJPയിലെ ബൂത്ത് തലത്തിലെ സാധാരണ പ്രവർത്തകർ വരെ കഴിഞ്ഞ 10 വർഷക്കാലം നൽകിയ ഒരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണയാണല്ലോ ഈ തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെയുള്ള വലിയ പിന്തുണ സാധാ BJP പ്രവർത്തകരിൽ നിന്ന്, അവർ വേറൊരു പാർട്ടിയിൽ നിന്ന് വന്നുള്ള ചിന്താഗതിയൊന്നും അല്ല 2016 മുതൽ ഇപ്പോൾ വരെ അവർ നൽകിയ. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പ്രസ്ഥാനത്തിൽ പാലും പഞ്ചസാരയും പോലെ ലയിച്ചു ചേർന്നു പറ്റില്ല. അതുകൊണ്ട് അവർ നൽകിയ വലിയൊരു പിന്തുണയും സഹകരണമാണ് ഈ തരത്തിലേക്ക് മാറിയത്. ഏതായാലും വലിയ സന്തോഷം ഗോപൻജി. നമ്മുടെ ചാനലിൽ ഞാനും നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് കാലം ആയി അങ്ങ് കാത്തിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരുപാട് സംസാരിച്ചു. കൊച്ചിയിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം അങ്ങോട്ട് തന്നെ വരുമെന്ന് എന്നോട് പറഞ്ഞു. എന്നാലും എനിക്ക് കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും വലിയ സന്തോഷം. എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഗോപൻജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ BJPയുടെ ശബ്ദം ഇന്ത്യ മുഴുവൻ മുഴങ്ങാൻ PB ഗോപകുമാർ MLA പ്രാതിനിധ്യം കൊണ്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യ ലൈവിലേക്ക് വന്നതിന് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.